Today we will be discussing about the short run supply curve of a firm under perfect competition. First we will discuss what is supply curve. Supply curve is that curve which indicates various quantities supplied by a firm at various prices. The firm will fix only that quantity of supply which gives the maximum profit. അതായത് സപ്ലൈ കർവ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസസിൽ ഫേം സപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ കർവ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, വെൻ ദി പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഇൻക്രീസസ്. നമ്മുടെ സപ്ലൈയും പ്രൈസും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഡിമാൻഡും പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. അത് ലോ ഓഫ് സപ്ലൈ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈസും സപ്ലൈയും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളതെന്ന് പറഞ്ഞായിരുന്നു. സപ്ലൈ കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രൈസസിൽ ഒരു ഫേം സപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫേം എത്ര ക്വാണ്ടിറ്റി, ഏതൊരു സപ്ലൈയുടെ ഏത് ക്വാണ്ടിറ്റീനെയാണ് അവർ ഫിക്സ് ചെയ്യുന്നത്, അവർക്ക് മാക്സിമം പ്രോഫിറ്റ് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്താലാണോ കിട്ടുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റീനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഫേം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ സപ്ലൈ കർവ് ഈസ് ദാറ്റ് കർവ് ഇൻഡിക്കേറ്റ്സ് വേരിയസ് ക്വാണ്ടിറ്റീസ് സപ്ലൈഡ് ബൈ എ ഫേം അറ്റ് വേരിയസ് prices, and a particular firm will be fixing that quantity of supply which gives the maximum profit. That is the supply curve. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി മാർജിനൽ കോസ്റ്റ് കർവ് ദാറ്റ് ലൈസ് എബവ് ദി മിനിമം പോയിൻ്റ് ഓഫ് ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പം നമ്മൾ ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ കർവാണ്. ഓക്കെ, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിനകത്ത് നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മാർജിനൽ കോസ്റ്റ് ഇവിടെ നിങ്ങൾ ഈ മാർജിനൽ കോസ്റ്റ് കർവ് കണ്ടില്ലേ, MC കർവ്. ഈ MC കർവ് ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതായത് ABC കർവിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഈ ABC കർവിനെ കട്ട് ചെയ്ത് ഈ ABC കർവ് അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ മുകളിലായിട്ടുള്ള MC കർവിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി മാർജിനൽ കോസ്റ്റ് കർവ് ദാറ്റ് ലൈസ് എബവ് ദി മിനിമം പോയിൻ്റ് ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്. അതായത് ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ മുകളിലായിട്ടുള്ള, അതായത് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടുള്ള ആ പോർഷനില്ലേ, ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ആ ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ മുകളിലായിട്ടുള്ള ആ അത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളാ പറഞ്ഞത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി കണ്ടു, അറ്റ് ദി ഇക്വിലിബ്രിയം പോയിൻ്റ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ, P ഈസ് ഈക്വൽ ടു MR, ആൻഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താ, മാർജിനൽ കോസ്റ്റ് ഓൾസോ. അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ ഗ്രാഫുകൾ, നമ്മൾ ഓൾറെഡി പഠിച്ച ഗ്രാഫുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഓൾറെഡി കണ്ടതാണ് P ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR. അതുപോലെ തന്നെ പ്രൈസ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് MC ഓൾസോ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ഗ്രാഫുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മറിച്ച് നോക്കുക. ഓക്കെ, സോ ഇനി ഈ ഗ്രാഫിലേക്ക് നോക്കിക്കേ. ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ, അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് Y ആക്സിസ് ഉണ്ട്, X ആക്സിസും ഉണ്ട്. Y ആക്സിസിൽ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്തു, X ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ പ്രൈസ് ലൈൻ വരച്ചു. അപ്പോൾ P ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MC. പിന്നെ അതാണ് പ്രൈസ് ലൈൻ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, P ഈക്വൽ ടു MR ഈക്വൽ ടു AR ഈക്വൽ ടു MC എന്നുള്ളത്. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് നമ്മൾ വരച്ചു, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവും വരച്ചു. അപ്പം നമുക്കറിയാം
marginal cost curve should cut the average variable cost curve as well as the price line from below. നമുക്കത് അടിയിൽ നിന്ന് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഓൾറെഡി. കാരണം അത് ഇക്വിലിബ്രിയം പോയിന്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് ദി പ്രൈസ് ലൈൻ ഓർ ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് ഫ്രം ദി ബിലോ. അങ്ങനെയാകുമ്പോഴാണ് അതൊരു ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്ന് പറയുന്നത്. പിന്നെ അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് ഇറ്റ് സെൽഫ് P is equal to MR equal to AR is equal to MC. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് റണ്ണിലെ ഗ്രാഫിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് മൂന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രൈസ് ലൈനും മാർജിനൽ കോസ്റ്റ് കർവും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ് ഇ. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഈ മാർക്ക് ചെയ്യറില്ല, നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പം ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മുടെ ഒ പി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ്. ഒ ക്യു എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, so here we can see that price will be equal to MR equal to AR equal to MC, that we have already discussed. So just go through the previous graph and all, so you will be able to understand that we have already got that P equal to MR equal to AR equal to MC, that is the price line. And next thing is that this MC curve, that is the marginal cost curve, should cut the average variable cost curve as well as the price line from below. There the equilibrium point happens. So when all these three lines meet, that is the MC curve, ABC curve, average variable cost curve, as well as the price line meets, that point is the equilibrium point. Here OP is the equilibrium price and OQ is the equilibrium quantity. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് വിൽ ബി സപ്ലൈഡ്. അതായത് ഡിഫറെൻറ്റ് പ്രൈസസിൽ നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിഫറെൻറ്റ് പ്രൈസിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്ത് ചെയ്യും? ചേഞ്ചസ് വരും. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. ദെൻ നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. ദ പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ടു P1. Then the equilibrium point also changes to E1. Okay, again the price is increased to P2. Equilibrium point also changes to E2. Again the price increases to P3. Equilibrium point also will change. Okay, so as the price increases, the supply also increases and the equilibrium point also will change. അപ്പം നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ എം സി കർവും എ വി സി കർവും പ്രൈസ് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മുടെ പ്രൈസ് P1 ഇൻക്രീസ് ചെയ്തപ്പം ഇക്വിലിബ്രിയം പോയിന്റും E1 ഇൻക്രീസ് ചെയ്തു, E1 ചേഞ്ച് ചെയ്തു. അപ്പം നമ്മുടെ പ്രൈസ് അഗെയിൻ ഇൻക്രീസ് ചെയ്ത് P2 എത്തി. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ഓൾസോ ചേഞ്ച് ചെയ്തു, E2 എത്തി. അഗെയിൻ നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു P3. ഇക്വിലിബ്രിയം പോയിന്റും നമ്മുടെ ഇൻക്രീസ് ചെയ്ത് E3 എത്തി. സോ ഇക്വിലിബ്രിയം പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം Q1, Q2, Q3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, സോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ക്വാണ്ടിറ്റീസിൽ ചേഞ്ച് വരുന്നു. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയത്തിലും ചേഞ്ചസ് വരുന്നു. So keep in mind. അപ്പം ഈ ഗ്രാഫിൽ നമ്മൾ ഓൾറെഡി കണ്ടു എം സി കർവ് കട്ട് ദി എം ആർ കർവ് ഫ്രം ബിലോ. അപ്പം നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു? മാർജിനൽ റവന്യൂ കർവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു. അപ്പം പ്രൈസ് ലൈൻ തന്നെയാണ് നമ്മുടെ എ സി ഈക്വൽ ടു എം ആർ ഈസ് ഈക്വൽ ടു എം സി. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം നമ്മുടെ ഇന്ത്യ എം സി കർവ് പ്രൈസ് ലൈനിനെ അല്ലെങ്കിൽ എം ആർ കർവിനെ, മാർജിനൽ റവന്യൂ കർവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്ത് ചെയ്യണം? എം സി കർവ് ഷുഡ് കട്ട് ദി എം ആർ കർവ് ഫ്രം ബിലോ. ഓക്കെ, സോ അത് കട്ട് ചെയ്യുമ്പം ഒരു എന്ത് ചെയ്യുക? എം സി കർവ് എം ആർ കർവിനെ കട്ട് ചെയ്യുമ്പം okay, here MC curve should cut the MR curve from below, and this means that the firm under perfect competition can continue to operate in the short run so long as it is able to cover
അറ്റ്ലീസ്റ്റ് ഇറ്റ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ ഒരു ഫേമിൽ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് റൺ ചെയ്യാൻ പറ്റുക? അത് എല്ലാ സിറ്റുവേഷൻസിലും ഒരു ഫേമിന് ഷോർട്ട് റണ്ണിൽ റൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഓരോ ഫേമും റൺ ചെയ്യുന്നത്? പ്രോഫിറ്റ് ഏൺ ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ളൊരു മോട്ടീവോടുകൂടിയാണ് നമ്മുടെ ഓരോ ഫേംസും റൺ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഫേം ഒരു ലോസ് എൻകർ ചെയ്യാണ് ഒരു ഫേമിൽ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഫേമിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലോസ് എൻകർ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യും, ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അപ്പം ഈ ഗ്രാഫ് പ്രകാരം നമ്മുടെ MC കർവ് MR കർവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ലേ? MR കർവ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസ് ലൈനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MC കർവ് ABC കർവ്, അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ MC കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും പ്രൈസ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ്. ഈ MC കർവ് ABC കർവിനെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന പോയിന്റിന് മുകളിലോട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മുകളിലോട്ടുള്ള പോർഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഫേമിന് ലോസ് ഇൻകർ ചെയ്യാതെ റൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇമാജിൻ ഇഫ് എ ഫേംസ് പ്രൊഡക്ഷൻ goes below the firm supply goes below that particular point. ഓക്കെ, നമ്മുടെ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? MC കർവ് ABC കർവിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ആ ഒരു പോയിന്റിന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫേമിൽ ലോസ് ഇൻകർ ചെയ്യുന്നു. അപ്പം ആ ഫേമിന് ബെറ്റർ എന്ത് ചെയ്യണം? ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ്. ഓക്കെ, അത് അടച്ചുപൂട്ടുന്നതാണ് അതിനും ബെറ്റർ. ഇനി ഇപ്പം അതിനോട്ട് മുകളിലേക്ക് പോയ ആ ഒരു പോയിന്റിൽ എന്താണ് പറയുന്നത്? അതതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് കവർ ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റാണ്. ഓക്കെ, നമ്മുടെ അത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്താലേ ഒരു ഫേമിന് റൺ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലേ? ഒരു ഫേം അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഫേം റൺ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്യുക? ഫുള്ള് ലോസ് ആയിരിക്കും. ഓക്കെ, സോ എ ഫേം ഷുഡ് അറ്റ്ലീസ്റ്റ് കവർ ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്. അപ്പം നമ്മുടെ ഈ ABC കർവിന് മുകളിലോട്ടുള്ള MC കർവിൻ്റെ പോർഷനില്ലേ, ABC കർവിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി മുകളിലോട്ട് പോകുന്ന MC കർവിൻ്റെ പോർഷൻ, ആ ഒരു പോർഷനുകളിൽ മാത്രമേ നമ്മുടെ ഫേം അതിൻ്റെ വേരിയബിൾ കോസ്റ്റുകളെങ്കിലും അറ്റ്ലീസ്റ്റ് കവർ ചെയ്യുന്നുള്ളൂ. അതിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ABC കർവിൻ്റെ തൊട്ട് താഴേക്കുള്ള MC കർവിൻ്റെ പോർഷനില്ലേ, ആ പോർഷനുകളിലെല്ലാം നമ്മുടെ ഫേം എന്താണ്? ലോസ് ആണ് ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, എ ഫേം വിച്ച് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കവർ ഇറ്റ്സ് ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് will choose to shut down its business by discontinuing its operation in the short run. By doing so, the firm can minimize its losses in the short run. A firm is not in a position to supply any quantity at a price below the minimum point of average variable cost curve or below the equilibrium price. The point at which the firm just covers its variable cost is called a shutdown point. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ ആ ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ MC കർവിൻ്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ അടിയിലായിട്ട് വരുന്ന ആ ഒരു കുഞ്ഞു പോർഷനില്ലേ, അതിൻ്റെ ഈ ഒരു പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ആ ഫേം ലോസ് ഇൻകർ ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും പോർഷനിലേക്ക് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ഫേം പ്രോഫിറ്റ് ഇൻകർ ചെയ്യുന്നുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റിനെങ്കിലും കവർ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് ABC കർവിൻ്റെ താഴേക്കുള്ള പോർഷനുകളെല്ലാം എന്ത് ചെയ്യാണ്? ആ താഴേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ അതിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫേമിൽ ലോസ് ഇൻകർ ചെയ്യുകയാണ്. അപ്പം ഷട്ട് ഡൗൺ പോയിൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫേം ഈസ് ജസ്റ്റ് കവേഴ്സ് ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ് ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഈ ഒരു ആവറേജ് വേരിയബിൾ മാർജിനൽ കോസ്റ്റ് കർവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ഫേം അറ്റ്ലീസ്റ്റ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റിനെങ്കിലും കവർ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഈ താഴോട്ടുള്ള പോർഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലോസ് ഇൻകർ ചെയ്യും. അതിൻ്റെ മുകളിലേക്കുള്ള പോർഷനിൽ പോയാലാണ് പ്രോഫിറ്റ് ഇൻകർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് എന്ത്? നമ്മുടെ
ഷട്ട് ഡൗൺ പോയിന്റ്. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് തന്നെയാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിന്റും. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് ഈസ് ദ പോയിന്റ് ദ ഫേം ഈസ് അറ്റ്ലീസ്റ്റ് ഏബിൾ ടു കവർ ഇറ്റ്സ് വേരിയബിൾ കോസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് തന്നെയാണ് നമ്മുടെ എന്ത്, ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സപ്ലൈ കർവിനെ പറ്റിയാണ്. ഓക്കെ, സോ ആസ് ദി പ്രൈസ് ഇൻക്രീസസ്, equilibrium level of quantity supplied increases from Q2 to Q1 to Q2 to Q3 respectively. If we plot the successive points of intersection of MC curve, we get a supply curve. Thus the firm produces or supplies by moving up and down along the MC curve. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈഡും ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിലും ചേഞ്ചസ് വരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് E1, E2, E3 എന്ന ഓരോ ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റീസ് കിട്ടിയത് നമ്മുടെ MC കർവിൽ. ഇതൊക്കെ ഈ ഒരു E1, E2, E3 എന്ന് പറയുന്ന ഈക്വിലിബ്രിയം പോയിൻറ്റ്സ് നമ്മളൊരു സെപ്പറേറ്റ് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ എന്ത്, ആ സപ്ലൈ കർവ്. നമ്മുടെ തൊട്ട് ഇക്വിലിബ്രിയം പോയിന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വന്ന് E1, E2, E3 അങ്ങനെ ആ പോയിൻറ്റ്സ് മാത്രം നമ്മളൊരു ഗ്രാഫിലേക്ക് എടുത്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അവർ സപ്ലൈ കർവ്. Okay, so in the short run supply curve of a firm is that portion of the marginal cost curve that lies above the minimum point of average variable cost. അപ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ദാറ്റ് പോർഷൻ ഓഫ് ദി മാർജിനൽ കോസ്റ്റ് കർവ്. മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഏത് പോർഷനാണ്, നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ മുകളിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ മാർജിനൽ കോസ്റ്റ് കർവ് അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പോയിന്റ് തൊട്ട് അതിൻ്റെ മുകളിലേക്കുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു ഫേം ആ ഒരു സപ്ലൈ നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റിനെ എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, ആ വേരിയബിൾ കോസ്റ്റിൻ്റെയും താഴേക്കാണ് സപ്ലൈ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ സപ്ലൈ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലോസ് ഇൻകർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദി ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം അണ്ടർ perfect competition.